construction is a very slow process. It happens so silently. But destruction, opposite to construction, it takes place very fast and with loud noise. Yes, that is what we observe today in this war. Hi all, welcome to my channel. Let's talk. നമുക്കറിയാം ഇതൊരു പുണ്യമാസമാണ്. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അതുപോലെ സഹജീവികളോടുള്ള കരുണയുടെയും സമാധാനത്തിൻ്റെയും കരുണയും ഒക്കെ വിഭാവനം ചെയ്യുന്ന റംസാൻ്റെ നോയമ്പിൻ്റെ കാലമാണ് അല്ലേ. ഈ വിശുദ്ധ സമയത്ത് പോലും സമാധാനമായിട്ട് അവരുടെ ഈ പുണ്യപ്രവൃത്തി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നോമ്പുകാലത്തിൽ അവർ ശാരീരികമായിട്ടുള്ള വേദനയോ മാനസികമായ വേദനയോ എല്ലാം മറന്ന് അവർ നോമ്പെടുക്കുന്നുണ്ട്. ഈ സമയത്തെ സമാധാനക്കേട് നമ്മുടെ ഗൾഫ് കൺട്രിയിലുള്ള ആൾക്കാർ വളരെയധികം അനുഭവിക്കുന്നുണ്ട്. ഏത് വിശ്വാസമായിക്കൊള്ളട്ടെ എല്ലാവരും. ഞാൻ നോയമ്പ് കാലത്തെ ഒന്ന് എടുത്തു പറഞ്ഞതാണ്. കാരണം എത്രയോ മണിക്കൂറുകളാണ് ആഹാരം കഴിക്കാതെ വെള്ളം ജലപാനം പോലും ഇല്ലാതെ അവർ കഴിയുന്നത്. ദൂരെ ഇരിക്കുന്ന നമ്മൾക്ക് ഒരുപക്ഷെ അത്രയ്ക്കും ആ യുദ്ധത്തിന്റെ ഭീകരാവസ്ഥ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷേ അതൊക്കെ അനുഭവിക്കുന്നവർക്ക് എത്ര കഷ്ടമായിരിക്കും അല്ലെ, സമാധാനമില്ലാത്തൊരവസ്ഥ. നമ്മുടെ സഹോദരന്മാർ ഒരുപാട് പേര് ഈ ഗൾഫ് കൺട്രീസിലുണ്ട് അല്ലേ. സോ സമാധാനമായിട്ട് ഒരു നോയമ്പെടുക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. സോ അല്ലാതെ എല്ലാവരുടെയും കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഈ ഭരണാധികാരികൾക്ക് ഉണ്ടാവേണ്ട ചിന്തകളാണ്. ഒരു കോംപ്രമൈസിന് തയ്യാറാകണമെന്നും ഡിസ്ട്രക്ഷൻ ഒന്നിനും പരിഹാരമല്ലെന്നും എല്ലാം ഈ കോംപ്രമൈസിലൂടെ മാത്രമേ, ഒരു ചർച്ചയിൽ കൂടെ അല്ലാതെ ഒരു യുദ്ധം കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ വീണ്ടും ആദ്യം തൊട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥ. എത്ര കുഞ്ഞുങ്ങൾ അവരുടെ ജീവൻ ബലി കൊടുത്തു ഈ യുദ്ധത്തിൽ. ഒന്നോർത്തെ, എത്ര നിരപരാധികളായ കുഞ്ഞുങ്ങൾ. നാളെയുടെ വാഗ്ദാനങ്ങളല്ലേ ആ കുഞ്ഞുങ്ങൾ. ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് അവിടുത്തെ ഭരണാധികാരികളല്ലേ. ആ കുഞ്ഞുങ്ങളെ ഷേപ്പ് ചെയ്ത് അവർക്ക് ചിറകുകൾ വെച്ചു കൊടുക്കേണ്ടത് അവിടുത്തെ ഭരണാധികാരികളല്ലേ. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും, ജീവനെക്കുറിച്ച് വിലയില്ല, അല്ലെങ്കിൽ ഒരു സമ്പത്തിനെ, അവിടുത്തെ റിസോഴ്സിനെ കുറിച്ച് വിലയില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇപ്പോൾ, അവരുടെ എഡ്യൂക്കേഷൻ്റെ ആ നിലവാരം എന്തായിരിക്കും ഇപ്പം? എത്ര വേദനയാണ് സമൂഹത്തിലേക്ക് അവർ വാരി വിതറി കൊടുക്കുന്നത് ഭരണാധികാരികൾ. സോ ഭരണാധികാരികൾ തന്നെ ചിന്തിച്ചാൽ മാത്രമല്ലേ ഈ യുദ്ധത്തിനൊരു അവസാനം വരുള്ളൂ. യുദ്ധം വരുത്തുന്ന ഭീകരത വളരെയേറെ ആയിരിക്കും. നാശനഷ്ടങ്ങളും പൊലിഞ്ഞ ജീവനുകൾക്കും ഒന്നും നമ്മൾക്ക് തിരികെ കൊടുക്കാൻ ഒന്നും കാണില്ലല്ലോ. ഇതിൻ്റെയൊക്കെ വില, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള കണക്കുകൾ ഇത് കഴിഞ്ഞേ നമുക്ക് അറിയാനാവുള്ളൂ. സോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീരട്ടെ, യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ ഗൾഫ് കൺട്രീസിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള നമ്മുടെ സഹോദരന്മാരെല്ലാവരും സുഖമായിരിക്കട്ടെ. നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഗൾഫ് മേഖലകളിൽ. സോ അവർക്കെല്ലാവർക്കും സുഖമാണോ, അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ഒരു മെസ്സേജ് ഇട്ടെങ്കിലും ചോദിക്കാൻ നമുക്കാകണം. അവരുടെ അവസ്ഥ എന്താണെന്ന് അത് അവർക്കൊരു ആശ്വാസമാകും നമ്മളൊന്ന് ചോദിക്കുന്നത് കൊണ്ട്. ഇത്രയും പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാം വേഗം തന്നെ എല്ലാം പര്യവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.